നമ്മുടെ രാജ്യം ഒരു യുദ്ധമുഖത്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഗൗരവം നമ്മൾ കാണണം. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് 2 പട്ടാളക്കാരും അതുപോലെ തന്നെ ഒരുപാട് സിവിലിയൻസും ഇതിനകം മരണം അടഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് 1 മിനിറ്റ് ഒന്ന് മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്താം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ജോസഫ് ജോൺസൺ കഴിഞ്ഞ 32 വർഷമായിട്ട് ഗവൺമെന്റ് സർവീസിൽ നിന്ന് വിരമിച്ച ആളാണ് അദ്ദേഹം. അതിനുശേഷം കൗൺസിലിങ്ങും മറ്റുള്ള പരിപാടികൾ, ഇതര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. സാറിന്റെ കൂടെയും ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. എന്റെയും സഹപാഠി തന്നെയാണ് ജോസഫ് ജോൺസൺ. ജോസഫ് സാറിന് കൂടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലും ഒക്കെ എന്റെ കൂടെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു അങ്ങനെ ഒരു സൗഹൃദ ബന്ധം കൂടെ നിലവിലുണ്ട്. സാറ് മ്യൂസിക് തെറാപ്പി എന്നുള്ള ഒരു സെക്ഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി ഒരു തെറാപ്പി ആയിട്ട് മ്യൂസിക്കിനെ എങ്ങനെ ഉപയോഗിക്കാം, അതിന്റെ ശാസ്ത്രീയ വശം അതെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും. അതിനെപ്പറ്റി ഗഹനമായ അറിവും അദ്ദേഹത്തിനുണ്ട്. പാട്ടുകളെ സ്നേഹിക്കുന്ന ഗായകനായ ജോസഫ് ജോൺസൺ ഇന്ന് നമുക്കായി ക്ലാസ് എടുക്കുകയാണ്. അദ്ദേഹത്തിനെ ആർദ്രവുമായി തന്നെ സ്വാഗതം ചെയ്യുന്നു. ഓർമ്മകൾ മരിക്കുമോ ഈ ഒരു പരിപാടിയിലേക്ക്. മൈത്രി ഭവ. എല്ലാവർക്കും, ജോസഫ് സാറിനും ഇവിടെ പങ്കെടുക്കുന്ന ആളുകൾക്കും ഷാജി സാറിനും എല്ലാം മൈത്രി ഭവ. ഓർമ്മകൾ മരിക്കുമോ ഭാഗം 2. 1-ാം ഭാഗം കവിതകളും ഗാനങ്ങളും നർമ്മവും ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ജോസഫ് സാറിന്റെ വിഷയാവതരണം വളരെ ഹൃദ്യമായിരുന്നു. മനഃശാസ്ത്രവും ന്യൂറോ സയൻസുമായി ബന്ധപ്പെടുത്തിയുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ അവതരണ രീതി. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മകളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ഇന്നിവിടെ പറയുന്നത് മറവിയെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം ജോസഫ് സാർ ഓർമ്മയെക്കുറിച്ച് അവതരിപ്പിച്ച പ്രധാന പോയിന്റുകൾ ഞാൻ ഇവിടെ വളരെ ചുരുക്കി പറയാം. അത് തീർച്ചയായും പുതിയ ആളുകൾക്കും മുൻപ് ഇതിൽ പങ്കെടുത്തവർക്കും തുടർ ചർച്ചയ്ക്ക് പ്രയോജനം ചെയ്യും. സൂക്ഷ്മവുമായ 2 ഭാവങ്ങളുണ്ട്. ഇതിൽ സ്ഥൂലമായതിനെ ബ്രെയിനായും സൂക്ഷ്മമായതിനെ മനസ്സായും കണക്കാക്കാം എന്ന് സാർ ഇവിടെ പറഞ്ഞു. ഓർമ്മ എന്നത് ഇന്ദ്രിയാനുഭവങ്ങളും ചിന്തയും അറിവും ധാരണയും ശ്രദ്ധയും ഇമോഷനും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മാനസിക ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റിയാണ് എന്ന് സാരം. പഠനത്തിനും വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുന്നതിനും വിവേകത്തോടെ പെരുമാറാനും സന്തോഷമായ ജീവിതത്തിനും ഓർമ്മകൾ കൂടിയേ കഴിയൂ. മെമ്മറിയുടെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നാം ഗ്രഹിക്കുന്ന കാര്യത്തെ കോഡിങ്ങിലൂടെ ശേഖരിച്ചു വെക്കുക, ആവശ്യമുള്ളപ്പോൾ റീകോഡ് ചെയ്യുക അല്ലെങ്കിൽ റീകോൾ ചെയ്യുക എന്നതാണ്. അതായത് ഓർമ്മകൾ എന്ന് പറയുന്നത് റെക്കോർഡിംഗ്, സ്റ്റോറിംഗ് ആൻഡ് റീകോളിംഗ്. ഒരു വ്യക്തിയുടെ ഈ കഴിവിനെയാണ് അയാളുടെ മെമ്മറി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ വേരി അക്കോർഡിംഗ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ എബിലിറ്റി ഓഫ് എ പേഴ്സൺ. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഓർമ്മ അല്ലെങ്കിൽ മെമ്മറി. മെമ്മറി എന്നത് ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണെന്ന് പറയാം. മെമ്മറിയെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. സെൻസറി മെമ്മറി, ഐക്കോണിക് മെമ്മറി, ഇൻഫർമേഷൻസ് ത്രൂ സെൻസറി ഓർഗൻസ്, വിഷ്വല്, ഓഡിറ്ററി, ടച്ച്, സ്മെൽ ആൻഡ് ടേസ്റ്റ്. ഇവിടെയും കോഡിങ്ങും സ്റ്റോറിങ്ങും എൻകോഡിങ്ങും എല്ലാം നടക്കുന്നുണ്ട്. ബട്ട് സ്റ്റോർഡ് ഇൻ എ റോ അൺപ്രോസസ്ഡ് ഫോം. ഇൻഫർമേഷൻ വളരെ വലുതാണ്. എന്നാൽ ഇവിടെ 1 സെക്കൻഡിന്റെ ചെറിയ അംശം മാത്രമേ സെൻസറി മെമ്മറി നിലനിൽക്കുന്നുള്ളൂ. അതായത് ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകാനുള്ള സമയം മാത്രം. അതും ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകണമെന്ന് പരിഗണിക്കുന്ന കാര്യങ്ങൾ മാത്രം.
അപ്പൊ ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് വളരെ ഒരു ഫ്യൂ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് മാത്രമേ അതും നിലനിൽക്കുള്ളൂ. ഇവിടെയും ഇംപ്രോപ്പർ കോഡിംഗ് ആണ്. സെൻസറി മെമ്മറിക്കും ലോങ് മെമ്മറിക്കും ഇടയ്ക്കുള്ള ഒന്നാണ് ഇത് ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയുടെ ഉദാഹരണമായിട്ട് കുട്ടിക്കാലത്തെ ഓർമ്മകൾ, സ്കിൽസ്, ചില സംഭവങ്ങൾ, ഡ്രൈവിംഗ് എബിലിറ്റി എന്നിവയൊക്കെയാണ്. ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എത്തുന്ന ഇമേജസിനെ റിഹേഴ്സൽ, റിപ്പിറ്റേഷൻ വഴി മുതലായ വഴി കൊണ്ട് ഇവിടെ ഓർമ്മകൾ കൂടുതൽ ദൃഢമാക്കുന്നു. എന്നാൽ ചിലപ്പോൾ തെറ്റായ കോഡിങ്ങും തേയ്മാനവും ഏജിങ്ങും മറ്റ് തടസ്സങ്ങൾ കൊണ്ടും ഓർമ്മകൾക്ക് മങ്ങലേൽക്കുന്നു. ഓർമ്മകൾ മരിക്കുന്നില്ല, കാലക്രമേണ ക്ഷയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഓർമ്മകളെ കുറിച്ച് പറയുമ്പോൾ സാർ ഒരു കവിയും ഗായകനുമായി മാറുന്നു. മെമ്മറി പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിലും നല്ല ബാല്യകാല ഓർമ്മകളെ പ്രേമിക്കുന്ന ഒരാളാണ് നമ്മുടെ ജോസഫ് സാർ. തന്റെ ബാല്യകാല അനുഭവങ്ങൾ മനോഹരമായി അദ്ദേഹം വിവരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നു, മതിരിക്കുന്ന ഓർമ്മകൾക്ക് എന്തും ബാല്യമാണ്. ഇന്ന് ഓർമ്മകളെ കലഹത്തിനും യുദ്ധത്തിനും വിഘടനത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് സാറിനെ ഏറെ വിഷമിപ്പിക്കുന്നു. നമുക്ക് നല്ല ഓർമ്മകളെ താലോലിക്കാം, അങ്ങനെ ജീവിതം സുന്ദരമാക്കാം. ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന ONV കവിത ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പ്രഭാഷണം അവസാനിപ്പിച്ചു. സാറ് മനോഹരമായി അവതരിപ്പിച്ച വിഷയമാണ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഞാൻ അവതരിപ്പിച്ചതിലുള്ള പോരായ്മകളെ തിരുത്തി താങ്കൾക്ക് പ്രഭാഷണം തുടരാം. വളരെ സ്നേഹത്തോടെ ജോസഫ് സാറിനെ ഇവിടെ മറവിയെ കുറിച്ച് പറയാൻ ഞാൻ ക്ഷണിക്കുന്നു. മൈത്രി ഭവ. മൈത്രി ഭവ. എല്ലാ ഹൃദയ ബന്ധുക്കൾക്കും നമസ്കാരം. എനിക്ക് ഒരു അവസരം തന്നതിന് സർവേശ്വരനോടും ഇതിൻ്റെ നായകത്വം വഹിക്കുന്ന ഷാജി സാറിനോടും സതീഷ് സാറിനോടും സുഭാഞ്ജലി മാഡത്തോടൊപ്പം ഉള്ള എല്ലാവരോടുമുള്ള നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇന്നിപ്പോ ഈ ഒരു ബ്രീഫിംഗ് കേട്ടപ്പോൾ എനിക്ക് ഏറെ സന്തോഷമാണ് തോന്നുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ നക്ഷൽ എല്ലാം പാട്ട് പാടിയില്ലെങ്കിൽ പാട്ടിനെ കുറിച്ച് പരാമർശിച്ചതിലും സംഗീതമുണ്ടായി. വളരെ മനോഹരമായിട്ടാണ് സതീഷ് സാർ ആ ബ്രീഫിംഗ് നടത്തിയത്. അതുകൊണ്ട് എൻ്റെ ജോലി എളുപ്പമായി എന്ന് ഞാൻ കരുതുകയാണ്. ഇതിൽ കൂടുതൽ ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓർമ്മ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചിന്തിച്ചത്. The ability to encode, store and retrieve information. പിന്നെ അവിടെ നടക്കുന്ന 3 കാര്യങ്ങൾ എൻകോഡിങ്, സ്റ്റോറിങ് ആൻഡ് റിട്രീവൽ. ഇത്രയും കാര്യങ്ങളാണ്. സാറ് പരാമർശിക്കാത്ത കാര്യങ്ങളിലേക്ക് മാത്രം ഞാനൊന്ന് കണ്ണോടിക്കുകയാണ്. ബെനിഫിറ്റ്സ് ഓഫ് മെമ്മറി. മെമ്മറിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു? തീർച്ചയായും അറിവ് നൽകുന്നു, ഹാപ്പിനെസ് ആൻഡ് ജോയ്, നമുക്ക് ആശ്വാസം തരുന്നു, കംഫർട്ട് തരുന്നു, ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, സെൽഫ് എസ്റ്റീം കൂട്ടുന്നു, സ്ട്രോങ്ങർ റിലേഷൻഷിപ്സ്, ഒരു കോമൺ ഗ്രൗണ്ട് ഓർമ്മകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഷെയറിംഗ്, പാസ് ഓൺ ട്രഡീഷൻ, അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ഗ്രാഹ്യങ്ങൾ, തത്വചിന്തകൾ, മൂല്യങ്ങൾ ഇതൊക്കെ പകർന്നു നൽകാൻ കഴിയും ഓർമ്മയിലൂടെ. പേഴ്സണൽ ഗ്രോത്ത്, വ്യക്തിപരമായ വികാസം, റെസിലിയൻസ്. ഓർമ്മകളില്ലെങ്കിൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ആ പഴയ ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു ആശ്വാസം നൽകുന്ന ഓർമ്മകൾ വേണം. റെസിലിയൻസിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ്. പിന്നെ ടൈപ്സ് സാർ പറഞ്ഞു, സെൻസറി മെമ്മറി, then short term, long term. നമുക്കിന്ന് അതിൻ്റെ വേറൊരു തലം, ഓർമ്മയുടെ വേറൊരു തലം എന്ന് പറയാല്ലേ, മറവി, ഫൊർഗെറ്റിംഗ്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക. ഓർമ്മകളെ കുറിച്ചുള്ള പാട്ടുകളൊക്കെയുണ്ട്, മറവിയെ കുറിച്ച് അത്രയില്ല.
എങ്കിലും നമുക്ക് ഒന്ന് രണ്ട് പാട്ടുകളിലേക്ക് ഒന്ന് പോകാം. കണ്ണെഴുതും ശകുന്തളേ നിന്നെ അത് ഓർമ്മയാണ്. മറക്കുമോ നീ എൻ്റെ മൗനഗാനം, ഒരു നാളും നിലയ്ക്കാത്ത വേണുഗാനം, കാണാതിരുന്ന കരയുന്ന മിഴികളെ കാണുമ്പോൾ എല്ലാം മറക്കുന്ന ഹൃദയമേ. ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഓർമ്മയും മറവിയെയും കുറിച്ചൊക്കെ ഉണ്ട്. മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വരയ്ക്കും വർണ്ണ ചിത്രങ്ങൾ, അങ്ങനെ ഈ പാട്ടുകൾ. ഈ മധുരസ്മരണകള് ഇങ്ങനെ എപ്പോഴും നമുക്ക് എന്താ പറയുക, മൗന നൊമ്പരം തരുന്ന പാട്ടുകളാണ് ഞാനിപ്പോൾ പാടിയതൊക്കെ തന്നെ. പക്ഷെ മധുരസ്മരണകളാകാം, പക്ഷെ നമ്മൾ ആ നൊമ്പരത്തിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത്. നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. ടുഡേയ്സ് ടോപ്പിക് ഈസ് ഫോർഗെറ്റിംഗ്. ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാം, മറക്കുക, അല്ലെ? മറവി എന്ന് പറയും. പലരും ആവലാതി പറയാറുണ്ട്, എനിക്ക് ഭയങ്കര മറവിയാണ്, ഞാൻ ആ കാര്യം ഓർത്തിരിക്കുന്നില്ല, എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട്, ഞാൻ ഈ കുറച്ചു മുമ്പ് ഓർത്തതാണ്. അതില് ആവലാതിപ്പെടുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും പലപ്പോഴും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ പെട്ടിട്ടുണ്ട്. എത്ര ശ്രമിച്ചിട്ടും അതിങ്ങോട്ട് വീണ്ടെടുക്കാൻ പറ്റുന്നില്ല, റിട്രീവ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. അത് ലൈഫിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഉണ്ട്. മനുഷ്യൻ പെർഫെക്റ്റ് അല്ലല്ലോ. അവന്റെ ഈ ഓർമ്മയും ചിന്തയും ബുദ്ധിയും ഒക്കെ കണ്ടീഷൻഡാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദമുണ്ട്, അല്ലെ? അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ, ഇതിന്റെ എല്ലാം ഒരു സാന്നിധ്യം, ഒരു റിഫ്ലക്ഷൻ ഇതിലൊക്കെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ കാണാം. അതുപോലെ തന്നെയാണ് ഫോർഗെറ്റിംഗ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാൽ മതി. നമ്മളൊരു കാര്യം കേൾക്കുന്നു, ഫോർ എക്സാമ്പിൾ ഒരു പ്രഭാഷണം കേൾക്കുന്നു വിചാരിക്കുക. 56% ഇൻഫർമേഷൻ ഈസ് ഫോർഗോട്ടൺ വിത്തിൻ 1 hour. 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ആ കേട്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബ്രെയിൻ സ്വീകരിച്ച്, മനസ്സ് സ്വീകരിച്ച് 56% ഇൻഫർമേഷനും മറന്നു. 1 ദിവസം കഴിഞ്ഞാലോ 66%, 6 ദിവസം കഴിഞ്ഞാൽ 75% മറന്നു. ഇതെല്ലാം കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഷോർട്ട് ടേം മെമ്മറിയിലോ ലോങ് ടേം മെമ്മറിയിലോ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ നഷ്ടമാകുകയോ അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് ഉണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് ഫോർഗെറ്റിംഗ് സംഭവിക്കുന്നത്. ഇതാണ് ഷോർട്ട് ടേം മെമ്മറിയിലോ ലോങ് ടേം മെമ്മറിയിലോ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻ. ഇപ്പോൾ പറഞ്ഞു ലോങ് ടേം മെമ്മറി ഈസ് ലൈക്ക് എ ഹ്യൂജ് സ്റ്റോർ ഹൗസ്. ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്, ഷോർട്ട് ടേം മെമ്മറി അത്രയില്ല. ഇവിടെയൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നഷ്ടമാകാം. അതിന് റീസൺസ് തൊട്ട് നമ്മൾ അതിലേക്ക് വരും. അല്ലെങ്കിൽ അതിന് നമ്മൾ സ്വീകരിച്ച ആ ഇൻഫർമേഷൻ അതേപടി നിലനിൽക്കണമെന്നില്ല. അണ്ടർഗോ ചേഞ്ചസ്. അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മളൊന്ന് ആലോചിച്ചാൽ അത് മനസ്സിലാവും. ഇങ്ങനെ നഷ്ടമാകലോ അല്ലെങ്കിൽ ഭാവമാറ്റം അല്ലെങ്കിൽ ചേഞ്ചസ് വരികയോ ചെയ്യുന്നത് പെട്ടെന്ന് സംഭവിക്കാൻ ചിലപ്പോൾ അത് ഗ്രാജുവലി ആയിരിക്കും. ഈ 2 വിധത്തിലും സംഭവിക്കാം. എങ്ങനെ സംഭവിച്ചാലും ദറ്റ് ഈസ് കോൾഡ്
ഫോർഗെറ്റിംഗ്. നമുക്ക് ഫോർഗെറ്റിംഗിന്റെ ഡെഫിനിഷൻ എന്താണ്? Forgetting is the inability to recall or remember information, events, or experiences that were previously known or learned. നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിനകത്ത് വരിക. It can be knowledge or information. ഒരു സംഭവമായിരിക്കാം, ഒരു ഇവന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്കുണ്ടായ ഒരു അനുഭവമായിരിക്കാം. ഇതെല്ലാം റീകോൾ ചെയ്യുന്നതിനുള്ള തടസ്സമാണ് മറവി എന്ന് പറയുന്നത്. Forgetting is the inability to recall or remember information, events, or experiences that were previously known. നമുക്കറിയാവുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത്. It involves the loss or decline of memory over time. ഓർമ്മ ഡിക്ലൈൻ ചെയ്യുക, കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ നഷ്ടപ്പെടുക. ഇതാണ് ഫോർഗെറ്റിംഗ് എന്നുള്ളത്. ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴും ഓർമ്മകളാണ് ഇതിന്റെ എല്ലാം ബേസ്. നമുക്കറിയാം, ഓർമ്മകളാണ് മറവിയിലേക്ക് പോകുന്നത്, വഴുതി വീഴുന്നത്. എപ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ പഴയ കാല കവികളും സിനിമാക്കാരും ഒക്കെ പ്രണയത്തെയാണ് ആഘോഷിച്ചത്. പ്രണയം എന്ന് പറയുന്നത് ഒരു തെറ്റെന്ന് പറയും. പക്ഷെ അവിടെ അതിനൊരു തീവ്രത വരുന്നത് ആ പ്രണയം സഫലീകൃതമാകാതെ അല്ലെ അങ്ങനെ പോകുമ്പോഴാണ്. അവിടെയാണ് ഒരു നൊമ്പരം ഉണ്ടാകുന്നത്. മധുര നൊമ്പരം എന്നൊക്കെ നമ്മൾ പറയും. മന്ദസ്മിതത്തിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു. മറക്കുക മനസ്സിൽ പുതിയ വികാരത്തിൽ മധുര പല്ലവികൾ നീ എഴുതി വയ്ക്കും. വിദ്യാവനോ മന്ദസ്മിതത്തിലെ മൗനം നൊമ്പരം ഞാൻ വായിച്ചു. കാരണം അവിടെ ഒരു വിട പറയലാണ്. അതുകൊണ്ട് നീ മറക്കുക, ഫോർഗെറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? മനസ്സിൽ പുതിയ വികാരത്തിൽ മദന പല്ലവികൾ നീ എഴുതി വെക്കും. അന്നത്തെ പ്രണയമൊക്കെ അങ്ങനെയായിരുന്നു. ഇത് നേരെ തിരിച്ചാണ് പിടിവാശി. പൊൻതുമ്പ് ഗോപാലകൃഷ്ണന്റെ രചനയാണ് R.K. ശേഖർ. ഇപ്പോഴത്തെ റഹ്മാന്റെ അച്ഛനാണ് R.K. ശേഖർ സംഗീതം നൽകിയ ഗാനം. ആഷാഢമാസം എനിക്ക് അറിയാവുന്നതാണ്. കേൾക്കാം. മറക്കുന്നതിന് നമ്മളുടെ പല കാര്യങ്ങളും സഹായിക്കുക അല്ല, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സംവേദനം നൽകുകയാണ് ചെയ്യുന്നത്. കൈതപ്രത്തിന്റെ ഒരു വരിയും കൂടി നമുക്ക് കേൾക്കാം. സഖിയെ നീ കാണുന്നു എന്നിൽ നിറയും നൊമ്പരം, എന്നും വീണ്ടും ഓർക്കുന്നു അന്നു നാം തങ്ങളിൽ പിരിയും. അതും ഒരു മൗന നൊമ്പരത്തിന്റെ കഥയാണ് അവിടെയും പറയുക. സം മെമ്മറീസ് ഡൈ ഓവർ ടൈം. കുറെ കാലം കഴിയുമ്പോൾ, സമയം കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക? മെമ്മറീസ് ഡൈ ചെയ്യുമെന്ന് പറയും. മരിക്കുകയല്ല, പക്ഷെ അതിൻ്റെ ഒരു ഇന്റൻസിറ്റി അതവിടെയോ ഉണ്ട്. ബട്ട് കാലം കൊണ്ടത് ദ്രവിച്ചു പോകും. അതിന്റെ ശക്തി കുറഞ്ഞു, വിട്ടുപോകാത്ത ഓർമ്മകളും ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ന് രാവിലെ എന്താണ് കഴിച്ചത് അതൊന്ന് ഓർത്തെടുക്കണം അല്ലേ? കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ കാര്യം പറയാൻ പറ്റുമോ? കൊടുത്തിട്ടില്ല. അപ്പോ സമയം കഴിയുമ്പോൾ അതിന്റെ പ്രാധാന്യം കുറഞ്ഞു, നമ്മൾ അതിനെ മറന്നു കഴിയും. ഓവർ ടൈം മെമ്മറി ഫെയ്ഡ് ആവുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മറന്നുപോയാലും
ചില കോണ്ടെക്സ്റ്റിൽ ഓർമ്മകൾ വരും. ഒരു ക്യൂസ് എന്ന് പറയാല്ലേ, ഒരു സൂചന, എന്താ പറയുക, ഹിന്റ്, അതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർത്തു പോകും. അങ്ങനെ ഒരു ത്രെഡിൽ നിന്നും അടുത്ത ത്രെഡ് കോർത്ത് നമുക്ക് മെമ്മറി പൂർണ്ണമായിട്ടും ഓൾമോസ്റ്റ് റീഗെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കറിയില്ല, ഒരു 10ാം ക്ലാസ്സിലെ ഒരു എന്താ പറയുക, അവരുടെ സെലിബ്രേഷൻ ഉണ്ടല്ലോ, കോഴ്സ് എല്ലാം കഴിഞ്ഞ് പിരിയുന്ന ഒരു സംഭവം ഓർക്കും. വളരെ വർഷങ്ങൾക്ക് ശേഷം ഓർക്കുമ്പോൾ നമ്മൾ അന്ന് കണ്ട ഒരു കൂട്ടുകാരനെ കാണുമ്പോഴായിരിക്കും അത് ഓർക്കുക. ദാറ്റ്സ് എ ത്രെഡ്. അതിൽ ഒരു ത്രെഡാണ്. ആ ത്രെഡിൽ നിന്ന് നമ്മൾ ആ സംഭവത്തിലേക്ക് പോകുന്നു. ആ സംഭവത്തിൽ എന്തെല്ലാം നടന്നു എന്നുള്ളത് ഇങ്ങനെ കോർത്ത് നെറ്റ്വർക്ക് പോലെ ആ ഓർമ്മയെ നമുക്ക് രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓർത്ത് തന്നെ ഇരുന്നാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റും. രണ്ടുപേരും കൂടെ സംസാരിച്ച കഥകൾ മുഴുവൻ ഓർത്തെടുക്കുന്ന ഒരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഓർമ്മ മെനഞ്ഞെടുത്ത സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സമയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കാലം കടന്നു പോകുമ്പോഴത്തേക്ക് ഇതിന്റെ ഡെൻസിറ്റി കുറയും, മെമ്മറീസ് ഡൈ എന്ന് വേണം പറയാം. പിന്നെ പുതിയ മെമ്മറീസ് ഇന്റർഫിയർ ചെയ്യുമ്പോൾ പഴയ മെമ്മറികളെ നമ്മൾ അവഗണിക്കും, അല്ലെങ്കിൽ ഒരു ഇന്റർഫിയറൻസ്, ഒരു എന്താണ് ഇടപെടലോ തടസ്സമോ ഒക്കെ വരുന്നത്. അപ്പോൾ ഇന്റർഫിയർ വിത്ത് ന്യൂ മെമ്മറീസ്, ഇന്റർഫിയർ വിത്ത് ഓൾഡ് മെമ്മറീസ്. നേരെ തിരിച്ചും വരാം. ഓൾഡ് മെമ്മറീസ് ഇന്റർഫിയർ വിത്ത് ന്യൂ മെമ്മറീസ്. ഈ ബ്രെയിൻ പൊതുവെ മടിയനാണെന്നുള്ളത് അറിയാമല്ലോ അല്ലെ? ഇതൊരു ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പുള്ളി ഇത് ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സേവ് ചെയ്യുമ്പോൾ അതിന്റെ ക്രോണോളജിക്കൽ ഓർഡറൊന്നും ചിലപ്പോൾ ഓർമ്മന്ന് വരില്ല, അല്ലെങ്കിൽ അതിന് അത്ര വലിയ വില കൊടുത്തിട്ടുണ്ടാവില്ല. ബ്രെയിൻ ഫോർഗെറ്റ്സ് ഓർ നെവർ മൈൻഡ് പ്രയോറിറ്റൈസിങ് ഇവന്റ്സ്. Brain forget to press and save or store information in the first place. അതായത് സ്ഥാനത്ത് തന്നെ എപ്പോഴും ഇങ്ങനെ നമ്മളിപ്പോ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ ആ ക്രോണോളജിക്കൽ ഓർഡറിലാണെന്ന് ഓർത്ത് വരികയില്ലല്ലോ. അതാണ് പറഞ്ഞത്. സോ സംടൈംസ് വി ചൂസ് ടു ഫോർഗെറ്റ്. അത് അതിനൊരു ഓർഡറിൽ നമ്മൾ ഓർത്തിരിക്കുന്നില്ല എന്നുള്ളത് ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ വി ചൂസ് ടു ഫോർഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില കാര്യങ്ങൾ മറക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ മറക്കുന്നതാണ് നല്ലത്. ചില കാര്യങ്ങൾ നമ്മൾ മറക്കാനായിട്ട് സെലക്ട് ചെയ്യും, ചൂസ് ചെയ്യും. അങ്ങനെയും നമ്മൾ ചെയ്യാറ്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വരാം. ബയോളജി ഫോർഗെറ്റ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ ഡീക്കേ. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് നാച്ചുറൽ. ഓർമ്മ ധ്രുവീകരിച്ചു പോവുക, അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നതനുസരിച്ച് അത് നഷ്ടപ്പെടുക. ഇത്ര നേരം ഓർമ്മയിലുണ്ടായിരുന്നു, ജസ്റ്റ് വാനിഷ്. എനിക്കറിയാം അതിവിടെ തന്നെ ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണ്? The inability to retrieve is common cause of forgetting. ഇതിനെ റിട്രീവ് ചെയ്യാനുള്ള ഇന്നബിലിറ്റി എല്ലാം ഹ്യൂമൻ നേച്ചറിന്റെ ഭാഗമാണ്. ഞാൻ അതാ ബേസിക്കലി ആദ്യമേ പറഞ്ഞത്. പെർഫെക്റ്റ് അല്ല മനുഷ്യൻ, പെർഫെക്റ്റ് മെഷീൻ അല്ല മനുഷ്യന്. ഒരു മെഷീനോട് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും ഇറ്റ് കണ്ടീഷൻ. ഡീകേ തിയറി പറയുന്നത് എ മെമ്മറി ട്രേസ് ഈസ് ക്രിയേറ്റഡ് എവറി ടൈം എ ന്യൂ തിയറി ഓർ ഇൻഫർമേഷൻ ഈസ് ഫോംഡ്. ഒരു മെമ്മറി ട്രേസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അതിന്റെ ഒരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇൻഫർമേഷനോ കഥയോ അല്ലെങ്കിൽ തിയറിയോ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു ട്രേസ് അവിടെ അവശേഷിക്കും. ഡീകേ തിയറി സജസ്റ്റ് ദാറ്റ് ഓവർ ടൈം, സമയം കടക്കുന്നതനുസരിച്ച്, സമയം പോകുന്നതനുസരിച്ച് ദീസ് മെമ്മറി ട്രേസസ് ബിഗിൻ ടു ഫെയ്ഡ് ആൻഡ് ഡിസപ്പിയർ. ഈ തിയറി അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല.
ഈ സമയം പോകുന്നതനുസരിച്ച്, അല്ലെ കാലം കടന്നു പോകുന്നതനുസരിച്ച് മെമ്മറി ട്രേസ് ബിഗിൻ ടു ഫെയ്ഡ് ആൻഡ് ഡിസപ്പിയർ. Rehearsed, if the information is not retrieved and rehearsed, it will eventually be lost. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നമ്മളെപ്പോഴും ഓർമ്മിച്ചെടുക്കുകയും റിഹേഴ്സ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ഇവൻച്വലി വിൽ ലോസ്റ്റ് എന്ന് പറയുന്ന ഈ തിയറി പറയാൻ. പക്ഷെ നമുക്ക് അതിനകത്തൊരു അനോമലി അല്ലെങ്കിൽ ഒരു കോൺട്രഡിക്ഷൻ പോലെ നമുക്ക് തോന്നാവുന്നത്, ലോങ് ടേം മെമ്മറിയിലുള്ള കാര്യം നമ്മൾ ഇടയ്ക്ക് റിഹേഴ്സ് ചെയ്തില്ലെങ്കിലും ഓർക്കില്ല. പക്ഷെ ഇതൊരു നാച്ചുറൽ തത്വമുണ്ട്. സമയം പോകുന്നതനുസരിച്ച് ഡീകേ ആവുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ഫുള്ളി അങ്ങനെ വാനിഷ് ചെയ്തു പോകുമെന്ന് പറയാൻ പറ്റില്ല. ലോങ് ടൈം മെമ്മറിയിലുള്ളത് റിഹേഴ്സ് ചെയ്തില്ലെങ്കിലും അത്രയുള്ള അനുഭവങ്ങൾ അത്രമാത്രം ഒരു കാലഘട്ടത്തോളം നമ്മുടെ മനസ്സിനെ മതിച്ചതോ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നതായിട്ടുള്ളത് ലോങ് ടൈം മെമ്മറിയിൽ ഉണ്ടാവും. അത് ഇടയ്ക്ക് റിഹേഴ്സൽ ചെയ്തില്ല എന്ന് വെച്ച് അതങ്ങനെ ഫീഡ് ആവുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്. Research suggests that the brain actively prunes memories that become unused. പ്രൂൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ സാധാരണ ചെടികളെയൊക്കെയാണ് പ്രൂൺ ചെയ്യുക അല്ലേ. അവ വെട്ടി ഒതുക്കി നിർത്തുക അല്ലെ, ഭംഗിയാക്കി ആവശ്യമില്ലാത്തൊക്കെ വെട്ടി ചെത്തി മിനുക്കി നിർത്തുന്നതാണ്. മെമ്മറീസിനെ അങ്ങനെ പ്രൂൺ ചെയ്യും നമ്മുടെ ബ്രെയിൻ. എങ്ങനെയുള്ള മെമ്മറീസ് ആണ് ആവശ്യമില്ലാത്തത്, യൂസ് ചെയ്യാത്തത്? ഇതിന് പറയുന്ന പേരാണ് the process known as active forgetting. Active forgetting. Pruning എന്നുള്ള വാക്ക് ഓർത്താണ്. Research suggests that the brain actively prunes memories that become unused. നമ്മുടെ ചെയ്യാത്ത മെമ്മറികളെ പറ്റി. ഓക്കെ, മറന്നാലും നമുക്ക് ചില ക്യൂസ് അല്ലെങ്കിൽ ചെറിയ ഹിന്റുകൾ കിട്ടപ്പെടുന്ന നമ്മുടെ കാര്യങ്ങൾ ഓർത്തിരിക്കും. Things never happen the same way twice. ഇതൊരു കോട്ടാണ്. Things never happen the same way twice. കാര്യം ഒരേപോലെ രണ്ട് പ്രാവശ്യം നടക്കില്ല. അപ്പൊ നമ്മൾ ഓർക്കുമ്പോഴും പല പ്രാവശ്യം ഓർക്കുമ്പോഴും ഒരേ രീതിയിലല്ല വരുന്നത്. There will be differences. അതെന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പുതിയ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചില കാര്യങ്ങളിലുള്ള അറിവ് കൂടുകയാണ്, ചിലതിൽ കുറയുകയാണ്. അപ്പൊ ഇതെല്ലാം ബാധിക്കും. Things never happen the same way twice. നമുക്കൊരു കഥ കേട്ടാലോ? പൗലോ കൊയ്ലോയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിയാം ആരാണ്? അദ്ദേഹം ഒരിക്കല് പോർച്ചുഗലിലേക്ക് കാർ ഓടിച്ചു പോവുകയാണ്. ഒപ്പം സുഹൃത്തും സാഹിത്യ പ്രവർത്തകയുമായ മോണിക്കയും. സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ബോർഡറിൽ സിയാദു റെഡ്രിഗോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ അവർ കടന്നു പോവുകയാണ്, കാർ ഓടിച്ച് കടന്നു പോവുകയാണ്. പൗലോ കൊയ്ലോ പറഞ്ഞു, നമുക്കിവിടെ നിർത്താം. ഇവിടെ 4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു പുസ്തകം സമ്മാനിക്കപ്പെട്ടിരുന്നു. ഒരച്ഛൻ തന്നതാണ്. പക്ഷെ അന്ന് എനിക്കത് സ്വീകരിക്കാൻ മനസ്സിലായിരുന്നു. ഞാനത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഈ കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുള്ളതാണോ? ആരെങ്കിലും കേട്ടിട്ടുള്ളതാണോ? ഇല്ല, കേട്ടിട്ടില്ല. പൗലോ പറഞ്ഞു, ഇവിടെ നിർത്താം. പണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താനുണ്ട്. അദ്ദേഹത്തിന്റെ ഓർമ്മ വരുന്നതാണ്. പണ്ട് ഞാൻ ചെയ്ത ഒരു തെറ്റ് തിരുത്താനുണ്ട്. ഇതുവഴിയുള്ള യാത്ര ഒരു സുഹൃത്തിനെയാണ്. ഞാനന്ന് എൻ്റെ പുസ്തകങ്ങളുടെ പ്രചരണാർത്ഥം യൂറോപ്പ് പര്യടനം നടത്തുകയാണ്.
ആ പര്യടനം നടത്തുന്ന വേളയിൽ ഉച്ചയോണ് ഇവിടെ വെച്ചായിരുന്നു, സിയാദ് റോഡ്രിഗോ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ചായിരുന്നു. ലഞ്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പള്ളി സന്ദർശിക്കാൻ, പള്ളിയുടെ കവാടത്തിൽ അതാ ഒരു പുരോഹിതൻ നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അപരാഹ്ന സൂര്യന്റെ വെളിച്ചത്തിൽ പള്ളിയുടെ ഉൾവശം കൂടുതൽ മനോഹരമായിരുന്നു അല്ലേ എന്ന് അച്ഛൻ പൗലോയോട് ചോദിച്ചു. അങ്ങനെ അവർ കുശലം പറഞ്ഞു. പൗലോ കോയിലേക്ക് വളരെ താല്പര്യം സംസാരിക്കുന്നു. We talked to each other for some time. The priest showed the inside of the church. ഇടനാഴികളും പൂന്തോട്ടവും ആ പള്ളിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തെ കൂട്ടി കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോകാൻ നേരം അച്ഛനൊരു പുസ്തകം നീട്ടിക്കും. ഞാൻ എഴുതിയതാണ് ഈ പള്ളിയുടെ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനും കുറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആളുമാണ്. പക്ഷെ അദ്ദേഹം ആ പുസ്തകം വാങ്ങാൻ കൂട്ടാക്കി. എന്നിട്ട് തിരിച്ചു പോയപ്പോൾ he felt guilty. അദ്ദേഹം വിചാരിച്ചു, ഐ ഷുഡ് ഹാവ് ബോട്ട് ഇറ്റ്. ഞാനത് വാങ്ങേണ്ടത് ആയിരുന്നു. ഞാനും ഒരു എഴുത്തുകാരനാണ്, ഒരു ഐക്യദാർഢ്യമൊക്കെ ആകാമായിരുന്നു. പിന്നീട് ഞാൻ ഈ കാര്യം മറന്നുപോയി. അപ്പോൾ ഈ 4 വർഷം കഴിച്ച് ഇതുവഴി വരുമ്പോഴാണ് ആ കാര്യം ഓർമ്മ. എന്നിട്ട് അവര് പള്ളിയിലേക്ക് പോയി. ഞാൻ പള്ളിയുടെ ചുറ്റും മുതൽ കടന്നു വരുമ്പോൾ അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു. ഐ വാണ്ട് ടു സീ ദാറ്റ് പ്രീസ്റ്റ് ഹു റോട്ട് എ ബുക്ക് ഓൺ ദി ഹിസ്റ്ററി ഓഫ് ദിസ് ചർച്ച്. ഈ പള്ളിയുടെ ചരിത്രം എഴുതിയ അച്ഛൻ ഉണ്ടല്ലോ, അച്ഛൻ എഴുതിയ പുസ്തകം എനിക്ക് വാങ്ങണം എന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, ഓ, താങ്കൾ ഫാദർ സ്റ്റാൻസ്ലോവിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഫാദർ സ്റ്റാൻസ്ലോ എന്നായിരുന്നു അച്ഛൻ്റെ പേര്. അദ്ദേഹം 1 വർഷം മുമ്പ് മരിച്ചു. 4 വർഷമായി വരുന്നത് അല്ലെ, അതിനുശേഷം വരുന്നത്. മറ്റൊരാൾ എൻ്റെ പുസ്തകം വായിക്കുന്നത് കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന ആഹ്ലാദം ഫാദർ സ്റ്റാൻസ്ലോവിന് നൽകാൻ എനിക്കായില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുറ്റബോധം. ആ സ്ത്രീ പറഞ്ഞു, എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ദയാലുവായ മനുഷ്യനായിരുന്നു ഫാദർ സ്റ്റാൻസ്ലോ. ഈ വസ്ത്രത്തിൽ വളരെ പുരാവസ്ഥ പഠനത്തിലൊക്കെ വളരെ എക്സ്പെർട്ടായിരുന്നു. എൻ്റെ മകന് പഠനത്തിന് ചേരാൻ ധനസഹായം തന്നത് അച്ഛനാണ്. ആകെ കുറ്റബോധമായി പൗലോയ്ക്കും. ആ സ്ത്രീ പറഞ്ഞു, ഇത്ര നിസ്സാരമായ കാര്യം ഓർത്ത് താങ്കൾ സ്വയം നിന്ദിക്കരുത്. പള്ളിയിലേക്ക് പോകുന്നു. കുമ്പസാര കൂടിനടുത്ത് ഒരു പുരോഹിതൻ നിൽക്കുന്നു. അവർ കുമ്പസാരിക്കാൻ വരാനുണ്ട്, അതുകൊണ്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോ പൗലോ പറഞ്ഞ്, കുമ്പസാരിക്കാൻ വന്നതല്ല, എനിക്ക് ഫാദർ സ്റ്റാൻസ്ലോ എഴുതിയ ബുക്ക് ഒന്ന് വേണം, അത് വാങ്ങാൻ വന്നത്. ആ ഒരു ബുക്കിന്റെ കോപ്പി അച്ഛന് കൊടുത്തു. അവിടെ നിന്ന് അയച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഫാദർ സ്റ്റാൻസ്ലോവിന്റെ സഹോദരനാണ്. ഐ ആം വെരി പ്രൗഡ് ഓഫ് ദിസ് ഇൻസിഡന്റ്. ഫാദർ സ്റ്റാൻസ്ലോ സ്വർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും. വില നൽകി ബുക്ക് വാങ്ങി അദ്ദേഹത്തോട് ആദരവ് തോന്നി. അച്ഛൻ എന്നെ ആശ്ലേഷിച്ചു. പടങ്ങാനെ തിരിയുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു, അപരാഹ്ന സൂര്യന്റെ വെളിച്ചത്തിൽ പള്ളിയുടെ ഉൾവശം കൂടുതൽ മനോഹരമായി 4 വർഷം മുമ്പ് കേട്ട അതേ വാക്ക്. പൗലോ പറയുന്നു, ജീവിതം എപ്പോഴും നമുക്കൊരു 2ാം ഊഴം തരുന്നുണ്ട്. പക്ഷെ ഈ 2ാം ഊഴം ആദ്യത്തെ ഊഴത്തേക്കാളും വളരെ വളരെ വ്യത്യസ്തമായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആദ്യം പറ്റിയില്ലെങ്കിൽ, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, remember it. Let us look for it. 2ാം ഊഴം. 2ാം ഊഴത്തിന് നമുക്ക് തയ്യാറാകും. അപ്പോൾ മെമ്മറികൾ വരുന്നത് എങ്ങനെയാണ്? സാധാരണ ഫോർഗെറ്റിംഗ് നോർമൽ കേസാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനാണ്. പൗലോ ഇത്രയും വലിയ എഴുത്തുകാരനൊക്കെയാണ്,
he also forgot that incident. 4 വർഷങ്ങൾ കഴിഞ്ഞ് അതിലെ വരുമ്പോഴാണ് ഓർമ്മിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വീട്ടിൽ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ നല്ല മനസ്സിന്റെ സിദ്ധാന്തമാണ്, ലക്ഷണം. ഓക്കെ, ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ ഇന്റർഫിയറൻസ്. കാലത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ആഘാതം കൊണ്ട് പറഞ്ഞു സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നെക്സ്റ്റ് ഈസ് ഫോർഗെറ്റിംഗ് കോസ്ഡ് ബൈ ഇന്റർഫിയറൻസ്. ഓക്കെ, സം മെമ്മറീസ് കോമ്പീറ്റ് ആൻഡ് ഇന്റർഫിയർ വിത്ത് അതർ മെമ്മറീസ്. നമുക്കറിയാം, നമുക്ക് പല ഓർമ്മകളുണ്ട്. ഈ ഓർമ്മകൾ തമ്മിൽ മത്സരമാണ്. ചിലതിനെയൊക്കെ നമ്മൾ മനഃപൂർവ്വം തള്ളിക്കളയും, ചിലത് ഇടിച്ചു കയറി വരും. നമ്മൾ തള്ളിക്കളഞ്ഞാലും സം മെമ്മറീസ് വിൽ rush into our minds. അപ്പോൾ അതാണ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത്. സം മെമ്മറീസ് കോമ്പീറ്റ് ആൻഡ് ഇന്റർഫിയർ വിത്ത് ഈച്ച് other memories. Interference is more likely when similarity is more. സിമിലർ ആയിട്ടുള്ള ഓർമ്മകളെ ആണ് കൂടുതൽ നമ്മൾ ആ സമയത്ത് എടുക്കുന്നതെങ്കിൽ ഇവിടെയാണ് കോമ്പറ്റീഷൻ കൂടുതൽ വരുന്നത്. പുതിയ ഇൻഫർമേഷൻ പഴയ ഇൻഫർമേഷനുമായിട്ട് ഇന്റർഫിയർ. There are two types of interference. 2 തരത്തിലുള്ള ഇന്റർഫിയറൻസ് ഉണ്ടെന്ന് പറയും. നമുക്കത് നിർത്താമെന്ന് വിചാരിച്ചു. There are 2 types of interference. മെമ്മറികൾ തമ്മിലുള്ള ഇന്റർഫിയറൻസ്. Proactive. Number 1, proactive. Old memory makes it more difficult to accommodate a new memory. ഒരു പുതിയ ഓർമ്മയെ സ്വീകരിക്കാൻ ഓൾഡ് മെമ്മറി തടസ്സം നൽകുന്നു. അതാണ് proactive. Old memory makes it more difficult to accommodate a new memory. ന്യൂ മെമ്മറിക്ക് അവിടെ സ്ഥാനമില്ല. പഴയ ഓർമ്മ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് കൊണ്ട്, ഇങ്ങനെ തിളച്ചു നിൽക്കുന്നത് കൊണ്ട് പുതിയ മെമ്മറിക്ക് അവിടെ ഇടിച്ചു കയറാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ ലൈഫ് കോണ്ടെക്സ്റ്റിൽ നമുക്ക് ചിന്തിക്കാം. Then retroactive information. When new information interferes with your ability to remember previously learned information. ഒരു പുതിയ ഇൻഫർമേഷന്റെ പ്രസരം കൊണ്ട് പഴയ ഒരു കാര്യം നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഓർത്തെടുക്കും തോറും ഈ പുതിയ ഇൻഫർമേഷൻ ഇടിച്ചു കയറുകയാണ്. ദാറ്റ് ഈസ് റിട്രോആക്റ്റീവ് ഇന്റർഫിയറൻസ്. 2 ഇന്റർഫിയറൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പ്രൊആക്റ്റീവ്, ഓൾഡ് മെമ്മറി തടസ്സം നിൽക്കുന്നത്. റിട്രോആക്റ്റീവ്, ന്യൂ മെമ്മറി തടസ്സം നിൽക്കുന്നത്. ഓക്കെ, സംടൈംസ് റിമെമ്പറിങ് സംതിങ് somebody can lead to forgetting other things. ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് ഓർക്കുക, ആ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് മറ്റ് പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോകും. ലീഡ് ടു ഫോർഗെറ്റിംഗ് അതർ തിങ്സ്. മറ്റു കാര്യങ്ങളൊക്കെ മറന്നുപോകും. ചില വ്യക്തികളെ കാണുമ്പോഴും അങ്ങനെ സംഭവത്തിൽ പെട്ടെന്ന് ഷാരൂഖ് ഖാൻ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ല, അങ്ങനെ ഒരു സെലിബ്രിറ്റി. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാക്കിയെല്ലാം മറന്നുപോകും. സ്വപ്ന ലോകത്താണോ remembering something can lead to forgetting other things. അതുപോലെ പ്രഭാഷണം കേൾക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഒക്കെ നമ്മൾ ഇങ്ങനെ ഓർത്തിരിക്കും. അത് പിന്നീട് ഇതൊന്നിട്ട് ഈ പോലെ എഴുതിയിട്ട് മറ്റു കാര്യം എഴുതാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല. വളരെ ലൈവായിട്ട് നിന്നൊരു പരിഹാരം. പക്ഷെ റിഹേഴ്സിംഗ് ന്യൂ ഇൻഫർമേഷൻ പരിഹാരം. പുതിയ കാര്യങ്ങൾ നന്നായി പഠിക്കുന്നത് നിലവിലുള്ള ഓർമ്മയെ തടസ്സപ്പെടുത്തുന്നത്. പുതിയ കാര്യങ്ങൾ നന്നായി പഠിക്കുന്നു. ഇനി 2 പോയിന്റുകൾ കൂടിയുണ്ട്. നമുക്ക് അടുത്ത പ്രാവശ്യം ആകാമെന്നാണ് രാജ് സാർ പറയുന്നത്. മനുഷ്യ ബന്ധങ്ങൾ വളരെ വിപുലവും ദുർബലവുമായ ചില ദിവലയാണ് പറയുന്നത്. ഓർമ്മകളാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. ഓർമ്മയുടെ കണ്ണികൾ അകന്നു പോയാൽ ബന്ധങ്ങൾക്ക് മൂല്യമില്ലാതെ. ഓർമ്മയുടെ കണ്ണികൾ അടർന്നു പോയാലോ ബന്ധം തന്നെ ഇല്ലാതാകും. ഓർമ്മകൾ നമുക്ക് ഉണ്ടായിരിക്കണം. നന്ദിയുടെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓർമ്മകൾ നമുക്ക് സന്ദേശവാഹകരായിരിക്കും. നല്ലത് ഓർമ്മിക്കാനും കെട്ടതിനെ വിട്ടുകളയാൻ ഉള്ള സാമർഥ്യം, ജീവിതത്തെ കറക്റ്റ് ചെയ്യാൻ
ഉണ്ടായാൽ മതി. എല്ലാം ഒരു ദിവസം അവസാനിക്കുന്നുള്ള ചിന്ത. ടുമോറോ അല്ലെങ്കിൽ നെക്സ്റ്റ് മൂവ്മെന്റ് ഈസ് നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ വർക്ക് ചെയ്ത് നമ്മൾ നല്ല ഓർമ്മകളെ ചേർത്ത് പിടിക്കും. വേണ്ടാത്ത ഓർമ്മകളെ, നമ്മളെ നശിപ്പിക്കുന്ന ഓർമ്മകളെ വിട്ടൊഴിയും. അവയെ മറന്നുകളെ വിട്ടുകളെ ഒരു ജീവിതം ക്രമപ്പെടുത്താം. ഇതിനുള്ള പടികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സെഷൻ അടുത്ത ആഴ്ചയിൽ തുടങ്ങി. അതിനുശേഷമായിരിക്കും നമ്മൾ ഡിമെൻഷ്യ അല്ലെങ്കിൽ മറവി രോഗം എന്നുള്ള ആ സമുദ്രത്തിലേക്ക് പ്രവേശിക്കുക. അതിനുള്ള ചവിട്ടുപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.